ഹലോ, എല്ലാവർക്കും സമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഫ്രൈ ആകണ്ട, ഒരു മീഡിയം അളവിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ എല്ലാ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയാകും. നമുക്കിനി ഇത് സോസ് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റണ്ട. ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള വലിയ പീസുകളാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തക്കാളി സോസ് ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി,
കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കളറുണ്ടാകും, അതിനു വേണ്ടിയാണ് ചേർക്കുന്നത്. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിനെ നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ അടുപ്പിൽ വെച്ച് ശേഷം ഇതിനെ ഇറക്കാവുന്നതാണ്. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.